ജൂലൈ 21 ഞായറാഴ്ച. മാർക്കോസ് 6:30 മുതൽ 34 വരെ വാക്യങ്ങൾ. ഒരു ഗ്രാമത്തിൽ ഒരു ചെരുപ്പ് കുത്തി ഉണ്ടായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരുടെയും ബൂട്ട് നന്നാക്കുന്ന ഒരേ ഒരു കോബ്ലർ ആയിരുന്നു അദ്ദേഹം. തൽഫലമായി സ്വന്തം ബൂട്ട് നന്നാക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. കാലക്രമേണ മറ്റുള്ളവരുടെ ബൂട്ടുകളിൽ അദ്ദേഹം കഠിനമായി ജോലി ചെയ്തപ്പോൾ തൻ്റെ ബൂട്ട് മോശമാവുകയും വിണ്ട് കീറാൻ തുടങ്ങുകയും ചെയ്തു. തൽഫലമായി അവൻ്റെ കാലിൽ കുമിളകൾ വന്ന് തടരാൻ തുടങ്ങി. ആളുകൾ അവനെക്കുറിച്ച് വിഷമിക്കാൻ തുടങ്ങിയെങ്കിലും എല്ലാം ശരിയാണെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ ചെരുപ്പ് കുത്തിക്ക് ഒട്ടും തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ആരുടെയും ബൂട്ട് നന്നാക്കാൻ സാധിച്ചില്ല. തൽഫലമായി ഗ്രാമം മുഴുവൻ വേദനയിൽ മുടന്താൻ തുടങ്ങി. നിങ്ങൾ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്താണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ അതിജീവന ശൃംഖലയിലെ ഒരു പ്രധാന ലിങ്ക് ആണെങ്കിൽ, കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ സ്വയം പരിപാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മൂലം മറ്റാർക്കും ഗുണം ഉണ്ടാകില്ല. സ്വയം പരിപാലിക്കാൻ നമ്മൾ സമയം നീക്കിവയ്ക്കണം. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വിജനമായ സ്ഥലത്തേക്ക് പോയി അല്പം വിശ്രമിക്കുവിൻ. ശിഷ്യന്മാർ തങ്ങളുടെ ആദ്യ ദൗത്യയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയതാണ്. അവർ ആവേശഭരിതരാണ്. അവർ മൂലം രോഗികൾക്ക് സൗഖ്യം ലഭിക്കുകയും അവർ അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്തു. അവരുടെ വിജയത്തിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കും എന്ന് അവർക്ക് തോന്നി. അവർ അതിന് തയ്യാറായി. എന്നാൽ യേശു അവരോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ തനിയെ ഒരു വിജനമായ സ്ഥലത്ത് പോയി അല്പസമയം വിശ്രമിക്കുവിൻ. വിശ്രമമാണ് തൻ്റെ ശിഷ്യന്മാർക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് യേശുവിന് അറിയാമായിരുന്നു. തീർച്ചയായും അവർ ചെയ്ത ജോലികളെല്ലാം പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വിശ്രമിക്കാനുള്ള സമയമാണ്. യേശു ഉദ്ദേശിച്ച ഈ വിശ്രമം കേവലം ശാരീരിക വിശ്രമമാണെന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് ആത്മീയമായ ഒരു വിശ്രമം, അവരുടെ ആത്മാക്കൾക്ക് ഒരു വിശ്രമം അവിടുന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. താൻ പതിവായി ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ ശിഷ്യന്മാരെ യേശുനാഥൻ ക്ഷണിക്കുകയാണ്. അതെന്തായിരുന്നു? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. രാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ യേശു എഴുന്നേറ്റ് വിജനമായൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു എന്ന്. പ്രാർത്ഥനയിലാണ് യേശു വിശ്രമിച്ചത്. തൻ്റെ രോഗശാന്തിയും പഠിപ്പിക്കലെല്ലാം തുടരാൻ സാധിച്ചത് ഈ പ്രാർത്ഥന മൂലമുണ്ടായ വിശ്രമം കൊണ്ടാണ്. വാസ്തവത്തിൽ യേശുവിന് ചെറിയ ഒരു ഉറക്കം ഉപേക്ഷിക്കേണ്ടി വന്നു. ആരും അവനെ തടയാതിരിക്കാൻ വേണ്ടി അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പോയി. അവൻ വിജനമായ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി. വിശ്രമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണ നമ്മുടെ ശരീരത്തിനുള്ള വിശ്രമത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ യേശു വിശ്രമത്തെക്കുറിച്ച് പറയുമ്പോൾ
അത് നമ്മുടെ ആത്മാക്കളുടെ വിശ്രമത്തെക്കുറിച്ചാണ്. ഇത് രണ്ടും വളരെ വ്യത്യസ്തമാണ്. തീർച്ചയായും നമ്മുടെ ഈ വേഗതയേറിയ ലോകത്ത് ഇത് രണ്ടും ചെയ്യാൻ നമ്മൾ പലപ്പോഴും മറക്കുന്നു. നമ്മുടെ ആത്മാവിന് വേണ്ടത്ര വിശ്രമം ലഭിക്കാത്തപ്പോൾ എന്ത് സംഭവിക്കും? നാം പ്രാർത്ഥനയിൽ വേണ്ടത്ര സമയം ചെലവഴിക്കാത്തപ്പോൾ, ആരാധനയ്ക്ക് വേണ്ടത്ര സമയം നീക്കിവയ്ക്കാത്തപ്പോൾ, അല്ലെങ്കിൽ ദൈവവചനത്തോടൊപ്പം വേണ്ടത്ര സമയം ചെലവഴിക്കാത്തപ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമുക്ക് വേണ്ടത്ര ഉറക്കം ലഭിക്കാത്തപ്പോൾ സംഭവിക്കുന്നത് തന്നെ ഇവിടെയും സംഭവിക്കും. നമ്മുടെ ആത്മാക്കൾ രോഗത്തിന് ഇരയാകും. ഉദാഹരണത്തിന്, നമ്മൾ നല്ല കാര്യങ്ങൾ കുറേ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൂടുതലും നമുക്ക് നിരാശയും വേദനയും ഉണ്ടായേക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ആ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ മറന്നേക്കാം. അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ നാം മറന്നേക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മെക്കുറിച്ചല്ല, അത് ദൈവത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും നല്ല ഒരു വിശ്രമം ഇന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.